നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, home and office furniture and accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. റൺ കേരള റണ്ണിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ സി കൃഷ്ണൻ എംഎൽഎയും എരിപുരത്ത് TV രാജേഷ് എംഎൽഎയും കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. വിറാസിന്റെ നേതൃത്വത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ. സ്റ്റേഷനോടുള്ള അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ കാസർകോട് ഡെപ്യൂട്ടി കളക്ടർ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയ ഗെയിംസിന് മുന്നോടിയായുള്ള റൺ കേരള റണ്ണിന്റെ ഭാഗമായി പയ്യന്നൂരിൽ മെഗാ റൺ സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് പരിസരത്ത് സി കൃഷ്ണൻ MLA കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ചലച്ചിത്ര താരം ഗണപതി മുഖ്യാതിഥിയായിരുന്നു. കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും 21ഓളം മെഗാ റണ്ണുകളും 226ഓളം മിനി റണ്ണുകളുമാണ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ 21 മെഗാ റണ്ണുകളിൽ ഒന്നാണ് പയ്യന്നൂരിൽ നടന്നത്. സെന്റ് മേരീസ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ജനപ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ വോളിബോൾ താരം ജോബി ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ അഭിമാനിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യക്കും കേരളത്തിനും ഉജ്ജ്വല നേട്ടങ്ങൾ സമ്മാനിച്ച ഈ മലയാള മണ്ണിന്റെ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായിരുന്നു. തുടർന്ന് നടന്ന കൂട്ടയോട്ടത്തിന് ചെണ്ടമേളവും സർക്കലാപീഠം കഥകളി വേഷവും മയൂര നൃത്തവും റോളർ സ്കേറ്റിംഗും മിഴിവേകി. 1000ഓളം പേർ അണിനിരുന്ന മെഗാ റൺ പയ്യന്നൂർ നഗരസഭാ പരിസരത്ത് സമാപിച്ചു. റൺ കേരള റണ്ണിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന മിനി കൂട്ടയോട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ക്ലബ്ബുകളും സംഘടനകളും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ നടക്കുന്ന ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥമാണ് റൺ കേരള റൺ സംഘടിപ്പിച്ചത്. ജില്ലയിൽ 226ഓളം മിനി റണ്ണുകളാണ് റൺ കേരള റണ്ണിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. രാവിലെ 10:30 എരിപുരം പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം TV രാജേഷ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ബോയ്സ് ഹൈസ്കൂൾ, വാദിഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികളും വിവിധ സംഘടനാ പ്രതിനിധികളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ കൂട്ടയോട്ടം സമാപിച്ചു. NSS UP സ്കൂൾ ആലക്കോട്, ALP സ്കൂൾ കാങ്കോൽ, സരസ്വതി വിലാസം AUP സ്കൂൾ കാളീശ്വരം, വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം കുണ്ടേങ്കോവിലിൽ മൂലച്ചേരി നാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു.
കെ മധു, ദാമോദരൻകുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൂട്ടയോട്ടം കാങ്കോൽ ടൗൺ ചുറ്റി സ്കൂൾ പരിസരങ്ങളിൽ സമാപിച്ചു. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ദേശീയപാത വഴി ടൗൺ ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. 35ാമത് നാഷണൽ ഗെയിംസ് കേരള 2015 സംഘടിപ്പിക്കുന്ന ഏകദേശം 7000 സെന്ററുകളിലായി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം ദേശീയപാത വഴി ടൗൺ ചുറ്റി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പരിയാരം മെഡിക്കൽ കോളേജ്, പരിയാരം പബ്ലിക് സ്കൂൾ, പരിയാരം ഉർസുലീൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, പരിയാരം എംബേറ്റ് നിർമ്മല ITC, ആയുർവേദ കോളേജ് പരിയാരം എന്നിവയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സ്ഥാപനങ്ങളിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം പരിയാരം ജംഗ്ഷനിൽ സംഗമിച്ചു. തുടർന്ന് മെഗാ റാലിയായി ടൗൺ ചുറ്റി പരിയാരം മെഡിക്കൽ കോളേജ് പരിസരത്ത് സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R രാധാകൃഷ്ണൻ, MD K രവി എന്നിവർ നേതൃത്വം നൽകി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം എടാട്ട് കോളേജ് പരിസരത്ത് നിന്ന് പയ്യന്നൂർ കോളേജ് മുൻ കായികാധ്യാപകൻ ദേവസ്യ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് അതിർത്തി ചുറ്റി കോളേജ് സ്റ്റോപ്പിൽ സമാപിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ PV, സ്കൂൾ പ്രധാനാധ്യാപിക മാധവി NC, അധ്യാപകരായ പ്രദീപൻ, സതീശൻ, അശോകൻ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും പങ്കെടുത്തു. കുഞ്ഞിമംഗലം മിനി സ്റ്റേഡിയത്തിൽ കൂട്ടയോട്ടം സമാപിച്ചു. തൃക്കരിപ്പൂർ EK നായനാർ മെമ്മോറിയൽ പോളിടെക്നിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പോളിടെക്നിക് പരിസരത്ത് നിന്ന് ആരംഭിച്ച് നടക്കാവ് ജംഗ്ഷൻ ചുറ്റി പോളിയിൽ സമാപിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ അമ്മു ഏഴാമ്പലിന്റെ രൂപവുമായാണ് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂട്ടയോട്ടത്തിൽ അണിനിരുന്നത്. നടക്കാവിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അധ്യാപകർക്കൊപ്പം PTA ഭാരവാഹികളും കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. കൂട്ടയോട്ടം സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി കോളേജ് പരിസരത്ത് സമാപിച്ചു. സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പാടിയോട്ടിച്ചാൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് CRPF DIGP TJ ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാടിയോട്ടിച്ചാലിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും CRPF ട്രെയിനികളും ക്ലബ് അംഗങ്ങളും INTUC പ്രവർത്തകരും കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. ചെറുപുഴയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പയ്യന്നൂർ AEO TK മാധവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. M കേശവൻ മാസ്റ്റർ, PV തമ്പാൻ, PV രാജൻ, K ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നതിനെതിരെയും ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും അതിനനുസൃതമായി വില കുറക്കാത്തതിനെതിരെയുമാണ് CITU പ്രക്ഷോഭത്തിനിറങ്ങിയത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യോഗം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില സംസ്ഥാന ഗവൺമെൻറ്റുകളെ മുൻനിർത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കെതിരായി തൊഴിലുടമകൾക്ക് അനുകൂലമായി ഭേദഗതി ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ രാജസ്ഥാൻ ഗവൺമെൻറ്റാണ്. KP സേതുമാധവൻ അധ്യക്ഷനായിരുന്നു. VK ബാബുരാജ്, UV രാമചന്ദ്രൻ, PV കുഞ്ഞപ്പൻ എന്നിവർ പ്രസംഗിച്ചു. മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വാദിഹൂദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ദേശീയ സെമിനാർ നടത്തി. ഇസ്ലാമിക് ബാങ്കിംഗും ഇന്ത്യൻ സാമ്പത്തിക രംഗവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്.
ഉൽപാദന രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് തൊഴിൽ കുറയാനിടയാണ്. തൊഴിൽ കുറയുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ പർച്ചേസിംഗ് പവർ കുറയും. ആ പർച്ചേസിംഗ് പവർ കുറയുമ്പോൾ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലെത്തും. അപ്പൊ ഏറ്റവും അവസാനം വന്ന UNDP റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഹ്യൂമൻ ക്വാളിറ്റി ഇൻഡെക്സ് മനുഷ്യ വികസന സൂചികയിൽ നമ്മുടെ റാങ്കിംഗ് 135 സ്ഥാനത്താണ്. ഉദ്ഘാടന യോഗത്തിൽ വിറാസ് കോളേജ് ചെയർമാൻ ഹംസ അബ്ബാസ് വി കെ അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മഹമ്മൂദ് ഇക്ബാൽ, വിറാസ് MD അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിവിധ സെഷനുകളിലായി ഇസ്ലാമിക് ബാങ്കിങ്ങിലെയും സാമ്പത്തിക രംഗത്തെയും പുതിയ അഭിരുചികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ KV പവിത്രനും, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിലെ ഇസ്ലാമിക് ബാങ്കിങ്ങിലെയും വികസനവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാക്കിർ നിസാറും, ഇസ്ലാമിക് സാമ്പത്തിക ശാസ്ത്രം സമത്വം നീതി എന്ന വിഷയത്തിൽ ഡോക്ടർ CP ഷഹീദ് റംസാനും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കോളേജ് ഹാളിൽ നടന്ന സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് കമ്പല്ലൂർ ADF തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരികൾ പക്ഷഭേദം കാണിച്ചതായി പരാതി. രണ്ടാമത് വോട്ട് ചെയ്യാനെത്തിയ പലരെയും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാണ് പരാതി. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ കമ്പല്ലൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് പരാതി ഉയർന്നത്. കോൺഗ്രസ് പ്രതിനിധിയായ വാർഡ് മെമ്പറുടെ പാനലും CPMന്റെ പാനലുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ഇരുവിഭാഗത്തിനും തുല്യ വോട്ട് ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു. ഈ സമയത്ത് ചില വോട്ടർമാർ പുറത്തുപോയിരുന്നു. ഇവർ തിരിച്ചെത്തിയപ്പോഴേക്കും ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും വോട്ട് ചെയ്തേ മടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും പഴയ അവസ്ഥ തുടരുകയായിരുന്നു. പിന്നീട് നിയമവിരുദ്ധമായി നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിച്ചുവെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മാധ്യമപ്രവർത്തകർക്ക് പോലും വിലക്ക് കൽപ്പിച്ചുകൊണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പിലാത്തറ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ IV ശിവരാമൻ അധ്യക്ഷനായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. കഴിഞ്ഞ UPA ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ അന്ന് ആ നിലപാടുകളെയൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുകയും, എന്നാൽ അന്ന് UPA ഗവൺമെന്റ് പാർലമെന്റിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പുറമെ എതിർക്കുമെങ്കിലും പാർലമെന്റിൽ പൂർണ്ണമായും അതിനെ അംഗീകരിച്ചു പോന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ആ BJP ആണ് ഇന്ന് അധികാരത്തിൽ വന്നിട്ടുള്ളത്. CITU മാടായി ഏരിയ സെക്രട്ടറി K പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. ജലം അമൂല്യമാണ്, പ്രത്യേകിച്ച് കുടിവെള്ളം. എന്നാൽ റെയിൽവേ അധികൃതർക്ക് ഇതൊന്നും ബാധകമല്ല. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് അറിയിച്ചിട്ടും അധികാരികൾക്ക് അനക്കമില്ല. ഇത് കുളമല്ല, പക്ഷേ ഒരു മാസക്കാലമായി കാക്കകൾ കുളിക്കുന്നത് ഈ കുളത്തിലാണ്. കുളിക്കുക മാത്രമല്ല, പരിശുദ്ധമായ വെള്ളം വയറു നിറയെ കുടിച്ച് തളർച്ച മാറ്റാൻ മരക്കൊമ്പിൽ വിശ്രമിച്ചാണ് കാക്കകൾ ഇവിടം വിടുന്നതും. റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ സമീപത്തുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നും റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്കും ക്വാർട്ടേഴ്സിലേക്കും കണക്ഷൻ വരുന്ന പൈപ്പ് പൊട്ടിയാണ് ജലം പാഴാകുന്നത്. റെയിൽവേ സ്ഥലമായതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ കേരള വാട്ടർ അതോറിറ്റിക്ക് അധികാരവുമില്ല. സ്റ്റേഷൻ മാസ്റ്റർ ആകട്ടെ റെയിൽവേ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന വിവരം നൽകിയതല്ലാതെ ഒരു മാസത്തോളമായി ജലം പാഴാവുന്നതല്ലാതെ ഒരു പരിഹാരവുമായിട്ടില്ല. തൃക്കരിപ്പൂർ സ്റ്റേഷനോട് എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇതിലും വലിയ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്നു. കാസർകോട് ഡെപ്യൂട്ടി കളക്ടർ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായി. 2015-16 അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ VK ബാവ ചെയർമാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് ചർച്ച, ക്രോഡീകരണം അതൊക്കെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഒട്ടനവധി നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയിൽ 2015-16 വർഷത്തെ പദ്ധതി രേഖ ചർച്ച ചെയ്യുന്നതിനാണ് പഞ്ചായത്ത് തല വികസന സെമിനാർ സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷനായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ പദ്ധതി അവതരണം നടത്തി. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, ക്രോഡീകരണം, റിപ്പോർട്ട് അവതരണം എന്നിവയും നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MTP അബ്ദുൽ കരീം, T അജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KU പ്രേമ, സത്താർ വടക്കുംപാട്,
കരുണാകരൻ മേസ്ത്രി, ഗ്രാമപഞ്ചായത്ത് അംഗം ടി ശ്യാമള, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി രഘുനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ നടക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക അഖില കേരള സെവൻസ് 2015 സംഘാടക സമിതി ഓഫീസ് BMLP സ്കൂളിന് സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് KV വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ലാളിച്ചു വളർത്തിയ അമ്മു എന്ന ആട് ഒറ്റപ്രസവത്തിൽ 5 കുഞ്ഞാടുകളെ സമ്മാനിച്ചതിന്റെ ത്രില്ലിലാണ് കാനായി ഉണ്ണിമുക്കിലെ പറമ്പത്ത് രാജൻ. 2 ആണും 3 പെണ്ണാടുകളുമാണ് അമ്മുവിന്റെ മക്കൾ. കൗതുക വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് രാജന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഉണ്ണിമുക്കിൽ ബേക്കറി കട നടത്തുന്ന രാജൻ 6 വർഷമായി ആടിനെ വളർത്തി വരികയാണ്. എന്നാൽ ഇത് ആദ്യമായാണ് 5 കുഞ്ഞുങ്ങളെ ഒരു പ്രസവത്തിൽ ലഭിക്കുന്നതെന്നാണ് രാജൻ പറയുന്നത്. സ്വയം തൊഴിലുമായി 18 പണങ്ങളിൽ ഓണത്തിന് 50,000 റുപ്യ അങ്ങനെ വാങ്ങിയ ഇതെല്ലാം അതിൽ കിട്ടിയത് ഒരു കളയില്ലാതാണ്. അങ്ങനെ 6 കുഞ്ഞ് അത് പ്രസവിച്ചു, 5 കുഞ്ഞ് ഇപ്പം നല്ല ഉഷാറായിട്ട് കിടക്കുന്നു. 5 കുഞ്ഞുങ്ങളിൽ 2 എണ്ണം ആണും ബാക്കി പെൺകുഞ്ഞുങ്ങളുമാണ്. 50,000 രൂപ വായ്പ വാങ്ങിയാണ് ആട് കൃഷി തുടങ്ങിയത്. വീട്ടിൽ പെറ്റു വളർന്നവളാണ് അമ്മു. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടെയാണ് രാജനും കുടുംബവും കുഞ്ഞുങ്ങളെയും അമ്മയെയും പരിചരിക്കുന്നത്. അഞ്ചു മക്കൾക്കും കുടിക്കാനുള്ള മുലപ്പാൽ തികയാത്തതുകൊണ്ട് കുപ്പിപ്പാൽ കൊടുക്കേണ്ടിയും വരുന്നു. കുഞ്ഞുങ്ങളിൽ 4 അമ്മയെപ്പോലെ വെളുത്ത നിറമാണ്, ഒരെണ്ണം കറുപ്പുമാണ്. 5 കുഞ്ഞാടുകളും വീട്ടുമുറ്റത്ത് തുള്ളിച്ചാടി കളിക്കുന്ന കാഴ്ച ഏറെ കൗതുകകരമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാണപ്പുഴ ഫലാഹു സിബിയാൻ മദ്രസ കെട്ടിടോദ്ഘാടനം ജനുവരി 21 ബുധനാഴ്ച വൈകുന്നേരം 6-ന് ശൈഖൂന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ നിർവഹിക്കും. 22 വ്യാഴാഴ്ച നടത്തുന്ന സൗഹൃദ സംഗമം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പാണപ്പുഴ ഫലാഹു സിബിയാൻ മദ്രസ കെട്ടിടോദ്ഘാടനം ജനുവരി 21 ബുധനാഴ്ച സമസ്ത കേന്ദ്ര മുശാവറ അംഗം ശൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ നിർവഹിക്കും. പാണപ്പുഴ മൊഹ്യുദ്ദീൻ മസ്ജിദ് പ്രസിഡന്റ് TS അഷറഫ് അധ്യക്ഷനാകും. ഹംസാവിസ് ബാഹി ഓട്ടപ്പടവ്, കബീർ അസ്ഹനി തുടങ്ങിയവർ പ്രസംഗിക്കും. ജനുവരി 22 വ്യാഴാഴ്ച വൈകുന്നേരം 6:30 നടക്കുന്ന സൗഹൃദ സംഗമം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പാണപ്പുഴ മൊഹ്യുദ്ദീൻ മസ്ജിദ് ഇമാം കബീർ അസ്ഹനി അധ്യക്ഷനാകും. KPT ജലീൽ, പാണപ്പുഴ പത്മനാഭ പണിക്കർ, റവറൻ ഫാദർ ക്രിസ്റ്റഫർ മോക്സി ഈരത്തറ, K പത്മനാഭൻ, മുസ്തഫ കടന്നപ്പള്ളി എന്നിവർ സംസാരിക്കും. തുടർന്ന് ദഫ് പ്രദർശനവും നബിദിന ആഘോഷ സമാപനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. V ആദം, TH അഷറഫ്, K അഷറഫ്, V നൌഷാദ്, റഫീഖ് പാണപ്പുഴ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. സൗജന്യ നേത്ര തിമിര രോഗ നിർണയ ക്യാമ്പ് തൃക്കരിപ്പൂർ തലിച്ചാലത്ത് നടന്നു. തലിച്ചാലം മസ്ജിദ് റോഡ് പരിസരത്ത് നടന്ന ക്യാമ്പ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ CKP കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ഡോക്ടർ ഇവിടെയുണ്ട്. നേത്രരോഗ സംബന്ധമായ സംശയങ്ങളും മറ്റതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് നേരിട്ടും സംസാരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തലിച്ചാലം ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെയും കാസർഗോഡ് ജില്ലാ ഗവൺമെന്റ് ആശുപത്രി നേത്രരോഗ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന സൗജന്യ നേത്ര തിമിരരോഗ നിർണയ ക്യാമ്പിൽ നേത്രരോഗവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പങ്കെടുത്തു. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് KM കുഞ്ഞി അധ്യക്ഷനായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ രാജേഷ് OT, പഞ്ചായത്ത് മെമ്പർ P തങ്കമണി, MAC കുഞ്ഞബ്ദുള്ള ഹാജി, KV രാഘവൻ മാസ്റ്റർ, TM അമീർ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ BAMS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ AB ആമിനയെ ഉപഹാരം നൽകി ആദരിച്ചു. MP ഇസ്മയിൽ സ്വാഗതവും ഇസ്മത് സുഹൈൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ 1ാം സ്ഥാനം നേടിയ പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കരിവള്ളൂർ പലിയേരിക്കോവൽ സ്വദേശിനി കൃഷ്ണേന്ദുവിന് കലാകേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കരിവള്ളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 3 ഇനങ്ങളിലാണ് കൃഷ്ണേന്ദു മത്സരിച്ചത്. കുച്ചിപ്പുടിയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനവും ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിൽ A ഗ്രേഡും നേടി.
കരിവള്ളൂർ പലിയേരി സ്വദേശികളായ പി കിഷോർ കുമാറിൻ്റെയും MV സുധയുടെയും മകളാണ്. അനുമോദന ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണിയറ ചന്ദ്രൻ, രമേശ് പി, KPK വെങ്ങര, P വിജയൻ, കല്ലത്ത് ചന്ദ്രൻ, TP മോഹനൻ, കൃഷ്ണൻ കാർത്തിക, ജേക്കബ് മണി തുടങ്ങിയവർ സംബന്ധിച്ചു. ഡാൻസ് മാഷാണ് ഞാൻ ആദ്യം പറയുന്നത്. കാലങ്ങളിൽ മാഷാണ് എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ കുർബാനകളും, പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്കൂൾ ആകാശവാണിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രശാന്ത് നായനാർ നിർവഹിച്ചു. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്കൂൾ ആകാശവാണിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രശാന്ത് നായനാർ നിർവഹിച്ചു. അധ്യാപകമായ മക്കൾക്ക് ചില നിഷ്കർഷങ്ങളുണ്ട് പഠിക്കുന്ന സമയത്ത്. എന്റെ മോൻ പ്രസംഗിക്കണം, എന്റെ മോൻ ഫസ്റ്റ് വായിക്കണം, 50-ൽ 49 വായിക്കണം എന്നൊക്കെ നിഷ്കർഷങ്ങളുണ്ട്. അങ്ങനെ നിഷ്കർഷങ്ങളുടെ ആ കുട്ടിയെ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ആ കുട്ടി പഠിച്ചത് ഇതുപോലത്തെ ഒരു സ്കൂളിലാണ്. ഇതേ അന്തരീക്ഷമാണ് സ്കൂളിന്റെ. ഫാത്തിമ വിയോ വാർത്താവതരണവും രോഹിത് രാജ് പുസ്തക പരിചയവും നടത്തി. ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലേക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ആദ്യ പട്ടികയ്ക്ക് റെയിൽവേ രൂപം നൽകി. പ്രഭാതവന്ദനം, വാർത്താവിശേഷം, ക്യൂസ് ടൈം, വാർത്തകൾ, പോയവാരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂൾ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഹെഡ്മിസ്റ്റേഴ്സ് P ഉഷ, E ഗോവിന്ദൻ നമ്പൂതിരി, K രാജഗോപാലൻ, P ശ്രീകല, TK ദാമോദരൻ മാസ്റ്റർ, CN ഈശ്വരിഭായ്, G ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സൺസൺ ക്രിയേഷൻസിന്റെ ഹ്രസ്വചിത്രം മുറത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. കഥ ശിവപ്രസാദ് S ഷേണായിയും തിരക്കഥയും സംഭാഷണവും വിജയൻ അക്കാളത്തും, സംവിധാനം കണ്ണൻ ചെറുകാനവുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ശിവപ്രസാദ് S ഷേണായി അവതരിപ്പിക്കുന്ന സൺസൺ ക്രിയേഷൻസിന്റെ ഹ്രസ്വചിത്രം മുറം ചിത്രീകരണം പൂർത്തിയായി. വിനോദ് കൊയങ്കര, ബേബി അർച്ചന, മാസ്റ്റർ മിഥുൻ രാജ്, ഭാസ്കരൻ നീലമ്പത്ത്, ജനൻ കപ്പച്ചേരി, കുഞ്ഞികൃഷ്ണൻ, കുമാർ പരിയച്ചേരി, സരസ്വതി നരേന്ദ്രൻ, ബാലകൃഷ്ണൻ വൈദ്യർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കഥ ശിവപ്രസാദ് S ഷേണായിയും തിരക്കഥാ സംഭാഷണം വിജയൻ അക്കാളത്തും, നിവേദ് കന്നാട, രജേഷ് കുളങ്ങര എന്നിവർ ഛായാഗ്രഹണവും, സോനു നാരായണൻ അസോസിയേറ്റ് എഡിറ്റിംഗും, കവിത സന്തോഷ് കുമാർ, പ്രേംകുമാർ ചെറുകാനം, അപ്യാൽ അനിൽകുമാർ, ഉദനൂർ സുകുമാരൻ തുടങ്ങിയവർ അണിയറയിൽ പ്രവർത്തിക്കുന്നു. ഷൂട്ടേഴ്സിന്റെ ഉന്നം പിഴയ്ക്കുന്നു. ഷൂട്ടേഴ്സിന്റെ കളിക്ക് ഗ്രൗണ്ട് നിറയുന്ന കളിക്കാരെ നിരാശരാക്കി ഇളമ്പച്ചി സെവൻസിൽ എന്ന പോലെ തൃക്കരിപ്പൂർ സെവൻസിലും ഷൂട്ടേഴ്സ് പടന്ന പുറത്ത്. ജില്ലാ ലീഗ് ചാമ്പ്യന്മാരായ മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് ഷൂട്ടേഴ്സ് പടന്നയെ 3-1 പരാജയപ്പെടുത്തി. ഫുട്ബോൾ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത കാലത്തായി ഷൂട്ടേഴ്സ് പടന്നയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കളിയെന്നാണ് ആരാധകർ പറയുന്നത്. കാണികൾക്ക് ഒരുപാട് സുവർണ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച പടന്നയുടെ അടുത്ത കാലത്തെ നീക്കങ്ങൾ ആരാധകരെ തീർത്തും നിരാശരാക്കുന്നതാണ്. ഷൂട്ടേഴ്സ് പടന്നയെന്ന് കേട്ടാൽ കാശുമുടക്കിയെത്തുന്ന ഫുട്ബോൾ ആരാധകരോട് ഉത്തരവാദിത്തം മറന്ന കളി ഈ രംഗത്ത് നിന്ന് ഷൂട്ടേഴ്സ് പടന്നയുടെ സ്ഥാനം തുടച്ചു നീക്കാതിരുന്നാൽ നല്ലതെന്നാണ് ആരാധകർ പറയുന്നത്. തൃക്കരിപ്പൂരിൽ നടക്കുന്ന അംഗീകൃത സെവൻസ് ഫുട്ബോളിൽ 2ാമത്തെ മത്സരത്തിൽ പടന്നയ്ക്ക് വേണ്ടി ഇന്ത്യൻ താരം പ്രദീപൻ വരെ ബൂട്ടണിഞ്ഞിട്ടും പ്രദീപന്റെ കഴിവ് മനസ്സിലാക്കി ബോളെത്തിക്കാനുള്ള ശ്രമം തീരെ കളിയിൽ കണ്ടതുമില്ല. പഴുതു മനസ്സിലാക്കി മുന്നേറിയ ജില്ലാ ചാമ്പ്യന്മാരായ മൊഗ്രാൽ സ്പോർട്സിന്റെ സമർത്ഥമായ മുന്നേറ്റം 3 തവണ ലക്ഷ്യം കണ്ടു. ഒരു സമാശ്വാസ ഗോൾ നേടിയ ഷൂട്ടേഴ്സ് പടന്നയുടെ പതനം കാണികളെ എന്ന പോലെ സംഘാടകരെയും നിരാശരാക്കി. മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയ മൊഗ്രാലിന്റെ അൽജുവിനെ നല്ല കളിക്കാരനായി തെരഞ്ഞെടുത്തു. മുൻ പോലീസ് താരം T ബാലകൃഷ്ണൻ ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഉത്സവ വിശേഷങ്ങൾ. മാടായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം അണിയാനുള്ള നിയോഗം അഴീക്കോട് സ്വദേശി ദിനേശൻ പെരുവണ്ണാന്. ഇത് 4ാം തവണയാണ് ദിനേശൻ പെരുവണ്ണാന് ഭഗവതിയുടെ കോലം അണിയാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഫെബ്രുവരി 6 മുതൽ 9 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ മുന്നോടിയായാണ് ക്ഷേത്രം ജന്മി PB പ്രശാന്ത് ജോത്സ്യന്റെ നേതൃത്വത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നത്. അന്നദായിനിയായ മുച്ചിലോട്ടമ്മയുടെ തിരുമുടിയണിയാൻ ഇത്തവണയും ഭാഗ്യം സിദ്ധിച്ചത് അഴീക്കോട് സ്വദേശിയായ ദിനേശൻ പെരുവണ്ണാനാണ്. 48-കാരനായ ദിനേശൻ പെരുവണ്ണാൻ ഇത് 4ാം തവണയാണ് മാടായി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ടമ്മയുടെ കോലധാരിയാവുന്നത്. ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PV രാഘവൻ നായർ, OV അശോകൻ, ദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഫെബ്രുവരി 6 വൈകുന്നേരം മാടായിക്കാവിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ തെളിയിക്കുന്നതോടെയാണ് 3 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാവുന്നത്. ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചേംബർ ഓഫ് കൊമേഴ്സ് അംഗവും പെരുമ്പ വാച്ച് വർക്സ് ഉടമയുമായ എം നാരായണന്റെ നിര്യാണത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഭരണസമിതി യോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷനായി. വി നന്ദകുമാർ, MP തിലകൻ, പി രാജീവൻ, AV ശ്രീധരൻ, K ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ഇനി അറിയിപ്പുകൾ. എരമംകുറ്റൂർ കൃഷിഭവനിൽ നിന്നും അത്യുൽപാദന മുളക്, തക്കാളി, വഴുതന തൈകൾ സൗജന്യമായി ജനുവരി 21 വിതരണം ചെയ്യുമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 21 മുതൽ 27 വരെ നടക്കും. ഏടാട്ട് ശ്രീ തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 24, 25, 26 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റൺ കേരള റണ്ണിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ സി കൃഷ്ണൻ MLA-യും എരിപുരത്ത് TV രാജേഷ് MLA-യും കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CITU-ന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. വിറാസിന്റെ നേതൃത്വത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ. സ്റ്റേഷനോടുള്ള അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ കാസർകോട് ഡെപ്യൂട്ടി കളക്ടർ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.